യെസ് അപ്പോൾ റെഡി 1 2 3 ചെറുക്കന്മാർ മിടുക്കന്മാരാ കേട്ടോ, നല്ല ടോപ്പാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നെടുങ്കണ്ടത്താണ്. ഹായ്, കുട്ടികളും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ബാർ ബേസിലെ കുട്ടികൾ ഇവിടെ വരുന്നുണ്ട്. അവർ എത്ര കുട്ടികൾ വരുന്നുണ്ട്? അവിടുത്തെ ഇപ്പോൾ ഒരു 10 കുട്ടികൾ ഇപ്പോൾ ഇവിടെ 2 മാസത്തേക്ക് അവർ ഈ ഹൈകാൽറ്റൂർ സ്റ്റേഡിയം. ഞാൻ ചോദിക്കട്ടെ, ഇവിടുന്ന് ജയിച്ചു പോകുന്ന സ്ഥാനാർത്ഥി നിങ്ങൾ എന്താണ് ആ സ്ഥാനാർത്ഥിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഞങ്ങൾ ഇത് തന്നെ സ്പോർട്സ് കോച്ച് ഓടിക്കും. അത് ഇടുക്കി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും നമ്മുടെ സ്പോർട്സ് താരങ്ങളെ മുഴുവൻ രാജ്യത്തിന് സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലമാണെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പോൾ അതിന് ഉപോത്ബലകമായ ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ ഈ ഹൈ റേഞ്ചിൽ നിന്ന് കായിക താരങ്ങളുടെ വളർച്ചയെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇല്ലായിരുന്നത് ഇതേമാതിരിയുള്ള അടിസ്ഥാന സൗകര്യം സയൻറ്റിഫിക്കായിട്ട് നമുക്ക് പരിശീലിപ്പിക്കാൻ കഴിയുന്ന ഒരു സങ്കേതം നമുക്കുണ്ടായിരുന്നില്ല. അത് ഇപ്പോൾ ഇവിടെ യാഥാർത്ഥ്യമായി. പക്ഷെ അങ്ങനെ ഓരോ സ്പോർട്ടിലും വേണം. ഇപ്പോൾ കട്ടപ്പന വേണം, ഉറപ്പായിട്ടും വേണം. ഇപ്പം നമുക്ക് ഇവിടെ തന്നെ ഒരു 45 കോടിയുടെ ഒരു ഇൻഡോർ സ്റ്റേഡിയം പൂർത്തിയായി വരുന്നുണ്ട് 5 കിലോമീറ്റർ പച്ചടി എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ സത്യത്തിൽ ഇതൊരു സ്പോർട്സ് ഹബ്ബായിട്ട് തന്നെ നിന്നുകൊണ്ട് മാറും. അത് മണിയാശാൻ്റെ ഒരു പ്രത്യേക താല്പര്യം ഈ കാര്യത്തിലുണ്ട്. ഇത് നിങ്ങളുടെ കായിക പ്രേമികൾക്ക് ആര് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് നല്ലത്? LDF ആണോ UDF ആണോ? നമുക്ക് അങ്ങനെ ഒരു ഇത് പറയാൻ പറ്റുന്നില്ല, എനിക്കറിയാം അതിന്റെ പരിമിതി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. എല്ലാ ജനപ്രതിനിധികൾക്കും സംഭാവന ചെയ്യാൻ കഴിയും എന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത്. എല്ലാ ജനപ്രതിനിധികൾക്കും അവർ മനസ്സ് വിചാരിച്ചാൽ ഇത് നടക്കും ഉറപ്പായിട്ടും. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. ഹലോ, ഗുഡ് മോർണിംഗ്. മക്കൾ വരുന്നുണ്ടോ ഇവിടെ? ഓടാനങ്ങനെ ഉണ്ടോ? ചേട്ടൻ എന്ത് ചെയ്യുന്നു? പണി ഇവിടെ തന്നെ നെടുങ്കണ്ടത്താ. ചേട്ടനോ? KSRTC. നല്ല ലാഭത്തിലാണെന്ന് കേട്ടു. കഴിഞ്ഞ ദിവസം 8.57 കോടിയൊക്കെ അടിച്ചല്ലോ. എന്താ? KSRTC ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. 2 ദിവസം കൊണ്ട് നല്ല ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുക അല്ലേ? ഈ പുതിയ ലാഭത്തിൽ വരാനുള്ള നിങ്ങളുടെ ഒരു സീക്രട്ട് എന്തായിരുന്നു? അത് അവധി കഴിഞ്ഞുള്ള ദിവസമായതുകൊണ്ട് അത്രേ ഉള്ളൂ. അങ്ങനെ പൊതുവായി അഡീഷണൽ ഓടിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് KB ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷം? കുഴപ്പമില്ല. ശമ്പളക്കാര്യത്തിൽ കുറച്ച് പ്രശ്നമുണ്ട്. ശമ്പളക്കാര്യത്തിൽ ഇപ്പോഴും കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ കൂടുതൽ റെക്കോർഡ് കളക്ഷനൊക്കെ നേടി, പക്ഷേ എങ്കിലും ശമ്പളക്കാരി ഇപ്പോഴും പഴയതുപോലെ. അപ്പോൾ എങ്ങനെയാ മണ്ഡലത്തിലെ രാഷ്ട്രീയ സ്വഭാവമൊക്കെ? ജോയ്സ് ജോർജ് ജയിക്കും. എന്താ ഇത്ര ആത്മവിശ്വാസം? നല്ല പ്രവർത്തനമായിരുന്നു. നേരത്തെ ഒരു സുഹൃത്തോടെ പറഞ്ഞത് മണ്ഡലത്തിൽ ഡീൻ കുര്യാക്കോസ് കുറെ വികസനമൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണല്ലോ. ഒന്നും കാണാനില്ല. എന്താ മണ്ഡലക്കാരല്ല, ചങ്ങനാശ്ശേരി. എന്താ അവസ്ഥ? ചങ്ങനാശ്ശേരി അരുൺകുമാർ ജയിക്കും. ആണോ? മാവേലിക്കരയിൽ അരുണിന് സാധ്യതയുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് അത് 10-25 വർഷം MP ആയിട്ട് ഒരു മാറ്റം മാവേലിക്കര ആഗ്രഹിക്കുന്നു. എന്താ ഇവിടുത്തെ ഒരു മണ്ഡലത്തിന്റെ സ്വഭാവം? ചേട്ടാ എവിടെയാ? അപ്പൊ നിങ്ങൾ കോട്ടയം ഡിപ്പോയിന്നാണ് വരുന്നത്? ട്രാൻസ്ഫർ ഇങ്ങോട്ട് വന്ന. നമസ്കാരം. നമ്മള് മണിയാശാന്റെ അവിടെ കണ്ടാണല്ലോ, ഉടുമ്പൻചോലയിൽ അല്ലേ? ഓക്കെ. എങ്ങനെയാ മൊത്തത്തിൽ രാഷ്ട്രീയ സാഹചര്യം? മൊത്തത്തിൽ ജോയ്സ് ജോർജ് അനുകൂലമാണോ? ആണോ? എന്താണ് അവസ്ഥ? നല്ല മത്സരമാണ്. അടുത്ത മത്സരമുണ്ട്. ഡീനും ജോയ്സും ഏറ്റുമുട്ടുമ്പോൾ പഴയ പടക്കുതിരകൾ ഏറ്റുമുട്ടുന്ന പോലെ. അതാണ് മണ്ഡലത്തിൽ രണ്ടുപേരെ അറിയാം. പോരാട്ടമാണ് ബ്രസീൽ അർജന്റീന. രണ്ടുപേരെ അറിയാം. ആണ്, 2 കൂട്ടരെ അറിയാം. സാധ്യത ഒരു സ്ലൈറ്റ് എഡ്ജ് ആർക്കായിരിക്കും? അത് പറയാൻ പറ്റില്ല. അതിപ്പോ ചേട്ടൻ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ പറയും. അതുകൊള്ള എണ്ണി കഴിഞ്ഞിട്ട് പറയാൻ ആർക്കാ സാധ്യത? എന്നാലും മണ്ഡലത്തിലൊരു ഈ പ്രചരണം ഒരു 3 ഘട്ടം കഴിയുമ്പോ ജോയ്സിനാണോ ഡീനാണോ? ടൈറ്റ് ആണ്. അരുൺ സാർ ഇവിടെ വന്നപ്പം മനസ്സിലായില്ലേ ഈ മണ്ഡലത്തിന്റെ ഒരു പൊതുസ്ഥിതി? കഴിഞ്ഞ പ്രാവശ്യം വന്നത് വ്യത്യസ്തമായി. ഈ സ്റ്റേഡിയം അപ്പുറത്ത് തൊട്ടടുത്താണ് ഒരു ഇൻഡോർ സ്റ്റേഡിയം 45 കോടി തീരാറായി. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടുക്കിക്ക് ഒരു മിനി മെഡിക്കൽ കോളേജായി സംഭവം തീർന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഈ നാട്ടിലെ ആളുകൾ കണ്ടോണ്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ജോയ്സിന് അനുകൂലമായിട്ടൊരു വോട്ടുണ്ടാവുമെന്നാണ്. എന്താ അവിടെ ജോയ്സ് ജോർജ് ആണോ? ചേട്ടാ, എന്താ ഒരു മൊത്തത്തിലൊരു രാഷ്ട്രീയ സാഹചര്യം? ടൈറ്റ് മത്സരമാണ്. ടൈറ്റാണ്. എങ്കിലും എന്റെ ഒരു അഭിപ്രായത്തില് ഡീൻ ഒരു സ്ലൈറ്റ് എഡ്ജ് ഉണ്ട്. ഈ സഭയുടെ പിന്തുണ ഡീനാണോ കൂടുതലും കിട്ടുക? സഭയുടെ ഒരു ചെറിയ സപ്പോർട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്നതൊരു അഡ്വാൻറ്റേജ് ആണ് കേരളത്തിൽ. അപ്പം ഡീൻ ഇത്തവണയും പോകും എന്നാണ് ചേട്ടൻ കരുതുന്നത്? ഡീന് ഉണ്ടെങ്കിലും ജോയ്സ് ആണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. എന്തെങ്കിലും ടൈറ്റ് മത്സരം ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ അതാണ് നമ്മൾക്ക് ഇടുക്കി നെടുങ്കണ്ടത്തുനിന്ന് കിട്ടുന്ന ഒരു ചിത്രം. അങ്ങനെ പരസ്യമായിട്ടൊന്നും ഒരിടത്തും വന്നിട്ടില്ല. നിഷ്പക്ഷമായ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നതെന്നാണ് പൊതുവെ കിട്ടുന്നത്. ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഇപ്പൊ പരസ്യമായിട്ട്
ജോയ്സിന് അനുകൂലമായി ഇറങ്ങിയിട്ടുമുണ്ട്. ആണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഇറങ്ങി, പക്ഷേ സഭ ഈ കേരള സ്റ്റോറി ഇതൊക്കെ വലിയ വിഷയമാവും. അല്ല, കേരള സ്റ്റോറി ഒന്നും അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊന്നും ബാധിക്കാൻ യാതൊരു സാധ്യതയില്ല. അപ്പൊ ജോയ്സ് ഡീൻ 2 സ്ഥാനാർത്ഥികളും ഒരു ക്ലാസിക് പോരാട്ടമാണ് ഇടുക്കിയിൽ നടക്കുന്നത്. പ്രവചനാതീതമാണെന്ന് ഇവിടെ പറയുന്നു, എന്നാൽ ജോയ്സ് ജയിക്കുമെന്ന് പറയുന്നു. ഡീന് സ്ലൈറ്റ് എഡ്ജ് ഉണ്ട് എന്ന് മറ്റൊരു വോട്ടർ പറയുന്നു. അപ്പൊ എന്താണ് എങ്കിലും ജൂൺ 4-ാം തീയതി നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അല്ലേ ചേട്ടൻ പറഞ്ഞ പോലെ? ഓക്കെ, അപ്പൊ നമുക്ക് അതുവരെ കാത്തിരിക്കാം. അതിനു മുൻപ് ഇനി നമുക്ക് LDF സ്ഥാനാർത്ഥി ജോയ്സിനെ ഒന്ന് കാണണം. ജോയ്സ് തൊട്ടടുത്തുണ്ട്, നമ്മൾ ജോയ്സിനെ ഒന്ന് കാണാൻ പോകുന്നു.